ജനാധിപത്യം ഇല്ല, അതിനി തീരെ ഇല്ലാണ്ടാവാൻ പോവാണ് ഇപ്രാവശ്യം അവർ ജയിക്കുകയാണെങ്കിൽ. കാരണം ഈ പറഞ്ഞ മാതിരി വോട്ടിംഗ് മെഷീനിൽ എന്താ സംഭവിക്കണേ, ഇപ്പൊ ഒരു പാർട്ടി അധികാരത്തിലുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലായിരിക്കുമല്ലോ, എല്ലാ അധികാര കേന്ദ്രങ്ങളും, അവർക്ക് എന്തും ചെയ്യാം. അപ്പോൾ പണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോഴും കോൺഗ്രസിന് വേണമെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷെ കോൺഗ്രസ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് അവരതൊന്നും ചെയ്യാൻ പോയില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇവര് എങ്ങനെങ്കിലും അധികാരം പിടിച്ചെടുക്കണം, എല്ലാവരും ഒന്നിക്കെ പേടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ കൂടെ പണം കൊടുത്ത്, അതാണ് അവർ ചെയ്യണത്. അപ്പൊ ആ രീതിയൊന്നും ശരിയല്ല. അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഏകാധിപത്യത്തിലേക്ക് പോകും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും കർണാടകത്തിൽ പിന്നീട് നമ്മൾ കണ്ടു, കർണാടകത്തിൽ കോൺഗ്രസ് വളരെ ശക്തമായി തിരിച്ചു വരികയാണ്. എന്താണ് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം? ഇപ്പൊ ഡി കെ ശിവകുമാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ നടന്ന വലിയ ദീർഘകാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് തിരിച്ചു വന്നത്, ഒരു സുപ്രഭാതം തിരിച്ചു വന്നല്ല. പക്ഷെ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഇല്ല എന്നുള്ള വലിയൊരു ആരോപണം വരുന്നുണ്ട്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇന്നും ബൂത്തുകളിൽ പോലും എല്ലാ ബൂത്തുകളിലും ആളുകളുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ആണ് ജയിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് കോൺഗ്രസ് വരും. കാരണം BJP LDFന് പല സ്ഥലത്തും വോട്ട് മറിച്ച് കൊടുക്കുന്നു എന്ന് വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അവർക്ക് LDF ഒരു പ്രശ്നമല്ല. LDF കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസിനെ എത്രമാത്രം തകർക്കാൻ പറ്റും എന്നുള്ളതാണ് BJPയുടെ നോട്ടം. അപ്പം ആ ഒരു രീതി ഇനി ആവർത്തിച്ചല്ല, അല്ലാണ്ട് കോൺഗ്രസ്സുകാരെ കഴിവുകേടുകൊണ്ടോ നേതൃത്വത്തിൻ്റെ കഴിവുകേടുകൊണ്ടോ അല്ല. ഇവരിങ്ങനെ സ്ട്രാറ്റജി എടുത്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ വേറൊരു വിഷയം, നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിച്ചാണ് തൃശ്ശൂരിൽ, നമ്മളിപ്പോൾ തൃശ്ശൂരാണ് ഇരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ മത്സരിച്ചാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട തട്ടകമാണ്. പ്രത്യേകിച്ചിട്ടും ലീഡർ കെ കരുണാകരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു തൃശ്ശൂർ എന്ന് പറഞ്ഞത്. തൃശ്ശൂരിന് വലിയൊരു പാരമ്പര്യമുണ്ട് കോൺഗ്രസിന്റെ. പക്ഷെ എങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം വന്ന ത്രികോണ മത്സരം വന്നപ്പോൾ വേണം തോൽക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതായത് 2014 വരെ കോൺഗ്രസിന് ശക്തമായിട്ടുള്ളത് ഈ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടായിരുന്നു. 2014 BJP വന്നതോടുകൂടി പലരും ഈ മോദി പ്രഭാവത്തിൽ വീണിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ. അപ്പോൾ അവരുടെ വോട്ടിംഗ് ഇത് കൂടി വരികയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ BJP മാത്രമല്ല, അദ്ദേഹം ഒരു സിനിമാ നടനാണ്, പലർക്കും ആരാധനയുണ്ട്. പിന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ഓരോ, അപ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ ആൾക്കാർ നോക്കുന്നത്. ബാക്കി നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ചെയ്യിക്കാൻ കഴിവുള്ളവർ ജയിക്കും. അങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വോട്ട് പിടിക്കാൻ പറ്റിയത്. അതൊരു BJPക്കാരൻ എന്നുള്ള നിലയിലല്ല, ഇപ്പോഴും ആൾ ഇത്രയും ആയിട്ട് നിൽക്കുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ്. സുരേഷ് ഗോപിക്ക് അല്ലാണ്ട് വേറെ ആരും നിന്നാലും അത്ര വോട്ടും കിട്ടില്ല. അത് ശരിയാണ്. പക്ഷേ സുരേഷ് ഗോപിന്റെ ഇപ്പം പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ സുരേഷ് ഗോപി ദീർഘകാലമായിട്ട് തൃശ്ശൂരിൽ വട്ടോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ഞാൻ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറഞ്ഞല്ല, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുരേഷ് ഗോപിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് മോദി 2 തവണ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി എത്ര തവണ വരുമെന്ന് അറിയില്ല, ഇനി ആരൊക്കെ വരുമെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ തൃശ്ശൂർ പാർലമെന്റിൽ BJPക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? തൃശ്ശൂർ അങ്ങനെയൊന്നും എടുത്താൽ പൊങ്ങണ സ്ഥലമൊന്നുമല്ല. കാരണം ഭയങ്കര പാരമ്പര്യവും കോൺഗ്രസിനോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന ആളുകളും അങ്ങനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു ശതമാനം BJPയിലേക്ക് പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അല്ല. പക്ഷെ സുരേഷ് ഗോപി ജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ 3 അതെനിക്ക് ഉറപ്പ് പറയാം.